ഹായ് ഫ്രണ്ട്സ്, ഇന്നേ എൻ്റെ ഫ്രണ്ട് സ്മിതയുടെ മോൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കാണിത്. ബട്ടർ സ്കോച്ച്. അപ്പോൾ ഡിസൈൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഓരോ ലെയറിലും നന്നായിട്ട് പിള്ളയും സോസൊക്കെ ഒഴിച്ച് നിറയെ പിള്ളയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ലെയറും റെഡിയാക്കി ഇനി ഫൈനലായി ചെയ്യാം. സ്ക്വയർ ആകുമ്പോൾ നമുക്ക് സൈഡൊക്കെ ഒന്ന് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാറുണ്ടോ? ഇത്തിരി ബുദ്ധിമുട്ടാണ്. റൗണ്ടാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം, അല്ലേ? സൈഡ് ഈ സ്ക്വയറിൻ്റെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ സൈഡെല്ലാം റെഡിയാക്കി ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇനി സൈഡുകളിൽ മുഴുവൻ കാരമൽ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റല്ലേ? ബട്ടർ സ്കോച്ചിൻ്റെ സോസിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്, അല്ലേ? ആ ബട്ടർ ടേസ്റ്റ് കൂടി. അപ്പോൾ അതൊന്ന് സൈഡിലൊന്ന് മൊത്തം ഒഴിച്ചു കൊടുത്തു. കുട്ടികൾക്ക് കേക്ക് എന്തായാലും ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ക്രീമും ഈ നട്ട്സും ബദാമും എല്ലാം കൂടെ ചേർന്ന് അവർ മിക്സ് ചെയ്ത് കഴിക്കുമ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ബട്ടർ സ്കോച്ച് പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ്. എനിക്ക് ഒത്തിരി ഓർഡർ വരുന്ന ഒരു കേക്കുമാണ് ബട്ടർ സ്കോച്ച്. അപ്പോൾ നമ്മൾ സൈഡെല്ലാം നന്നായിട്ട് ഫിനിഷ് ചെയ്തു. സോസ് ഒഴിച്ചു കൊടുത്ത് ആ പരിപാടി തീർത്തു. ഇനി ഒരു നോസിൽ വർക്കാണ് കൊടുക്കാനുള്ളത്. കേക്കിൻ്റെ ടോപ്പിലും ചുവട്ടിലും വർക്കാണ്. അത് സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗിയുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക്. ഒരു പർപ്പിൾ കളറ് യെല്ലോ കളറും നോസിൽ വർക്കാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ നോസിൽ വർക്കും കൂടെ ചെറിയ നോസിലിൻ്റെ വർക്കും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചുവട്ടിലും ഒരു നോസിൽ വർക്ക് കൊടുക്കുന്നുണ്ട്. അതും വളരെ ഈസി ആയിട്ടുള്ള വർക്കാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് നോക്കുമ്പോൾ വളരെ ഭംഗിയാണ്. പിന്നെ മോൻ്റെ പേര് കെവിൻ എന്നാണ്. അത് ഫോണ്ടൻറ്റിൽ എഴുതി വെച്ചു. ഈ ബർത്ത്ഡേയുടെ ഒരു സ്റ്റിക്കും കൂടെ കൊടുത്തു. 3 ബട്ടർഫ്ലൈസിന് വെച്ച് കൊടുത്തു. അത് ഇടിബിളല്ല കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റും ഷെയറും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.